ഇതാ നമ്മളെ ഇഫ്താറിനോടനുബന്ധിച്ച് ഇതാ നമ്മളെ ദേരയിൽ വന്നപ്പോൾ കണ്ട ഇതാ നമ്മളെ നൈറ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു കാഴ്ചകളാണ് ഇതാ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് LED ലാംപ്സ് വിത്ത് കളർ ലാംപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇതാ നമ്മളെ ഈ ഒരു നൈറ്റ് മാർക്കറ്റ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ഏരിയയുടെ റൈറ്റ് സൈഡ് ഫുള്ള് ഫുഡ് കോർട്ട്സാണ്. ഒരുപാട് ടേബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരടാറ് ഫുഡ് സ്പോട്ട്. ഒത്തിരി പയ്യന്മാരും അതുപോലെ തന്നെ കപ്പിൾസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് അവിടെ നല്ല മൊമെൻറ്റ്സൊക്കെ സ്പെൻഡ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. അതേസമയം തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സൺഗ്ലാസുകൾ അതേപോലെ തന്നെ ഡ്രസ്സുകളുടെ ഒക്കെ ഒരു സെക്ഷനാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഡ്രസ്സുകൾ. അതേസമയം തന്നെ മുമ്പോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ആ ഫുഡ് കോർട്ടും അതേപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് നോൺ വെജിൻ്റെ സ്റ്റീക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ആ സ്റ്റീക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയൊക്കെ ഇവിടെ കാണാം. ഈ ഒരു സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 5 ദിർഹംസിനൊക്കെ ടോപ്പോ, 5 ദിർഹംസിൻ്റെ ടീഷർട്ട്സ്, 5 ദിർഹംസിൻ്റെ ടോപ്പ്, അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്. യെസ്, ഇത് വന്നിട്ട് ഒരു പാകിസ്ഥാനിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റാണ്. ഈ ഒരു ബെഡ്ഷീറ്റിന് ശരിക്കും പറഞ്ഞാൽ വെറും 20 ദിർഹംസ് 25 ദിർഹംസ് മാത്രമേ വില ഉണ്ടാവൂ. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ബ്രദർ, ഹൗ മച്ച്? ഡബിൾ 20, സിംഗിൾ 15 ദിർഹംസ്. ഞാൻ പറഞ്ഞില്ലേ 20 ദിർഹംസ്, അതിൽ കൂടുതൽ വില എടുക്കാറില്ല. സിംഗിൾ ബെഡിനാണെങ്കിൽ വെറും 15 ദിർഹംസ് മാത്രമാണ് ഇതാ നമ്മളെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ റേറ്റ്. ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല ടീഷർട്ട്സ്, അതും വെറും 15 ദിർഹംസിന്. പിന്നെ ഇതാ നമ്മളെ ഫ്രോക്സിൻ്റെ ആ ഒരു മോഡല് ചെരുപ്പുകൾ, അത് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള. പിന്നെ ഷൂസ് ആണെങ്കിൽ വെറും 80 ദിർഹംസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്നു ലേഡീസ് ആക്സറീസ് ആയിട്ട് ഒത്തിരി നല്ല മനോഹരമായ ബാഗുകൾ, ഇയറിങ്സ്, ഷൂസ് കാര്യങ്ങളൊക്കെ കാണാം. മോമീസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. പിന്നെന്താ പറയുക, ഒരു പർദ്ദയുടെ ഒരു സെക്ഷൻ തന്നെ, ഒരു വലിയ സെക്ഷൻ തന്നെ ഫുള്ള് പർദ്ദയുടേതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് സ്യൂട്ട്സ്, ലേഡീസിൻ്റെ ഒക്കെ ഒത്തിരി ഡ്രസ്സസ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ആ ഒരു മനോഹരമായ കാഴ്ച. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള, എന്താ പറയണ്ടേ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അതേസമയം തന്നെ കാണാനാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഭംഗി. വാവ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇതാ നമ്മളെ ശ്രദ്ധയിൽ ഈ ഒരു ബോക്സിങ് മെഷീൻസ് പെട്ടത്. ഈ ഒരു ബോക്സിങ് മെഷീൻ്റെ മുകളിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സിലാണോ ഹിറ്റ് ചെയ്യുന്നത് ആ ഒരു സ്കോർ വന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ഇവിടുന്ന് ആ ഒരു ബോക്സിങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കണ്ടക്ട് ചെയ്യാനായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ബാംഗിൾസിൻ്റെയും അതേപോലെ തന്നെ ഷൂസിൻ്റെയും പേഴ്സസിൻ്റെയും ഒക്കെയുള്ളൊരു ഷോപ്സാണ്. ജീപ്പ്, അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന തരത്തിലുള്ള റിങ്സ്, ബാംഗിൾസ്. ഈ ഒരു സൈഡിലാണെങ്കിൽ ഫുള്ള് വാച്ചസ് ആണ് കേട്ടോ, വാച്ചസും കാര്യങ്ങളൊക്കെയായി. ഇതാ നമ്മളെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു എൻഡ് വരെ ഇങ്ങനെ പന്തലിച്ച് കിടക്കുവാണ് ഇതാ നമ്മളെ ഈ ഒരു നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ട്വിലൈറ്റ് എന്നാണ്. വളരെ മനോഹരമായിരിക്കും അല്ലേ, എന്ത് ഭംഗിയാകാണേ.